ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യലായ മത്തങ്ങയും പയറും കൂടെയുള്ള എരിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയ മത്തനൊന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു അര കപ്പോളം വൻപയറും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കഷ്ണങ്ങളൊന്ന് വേവാനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒന്നോ രണ്ടോ വിസിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയുള്ള അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് തേങ്ങയും ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 4 ചെറിയുള്ളി, ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ മത്തനും വൻപയറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കയ്യിലും കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ്. നമുക്ക് സദ്യക്ക് മാത്രമല്ല, നമുക്ക് സാധാ ചോറിൻ്റെ ഒപ്പവും കൂട്ടുകറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും മത്തനൊക്കെ വാങ്ങുമ്പോൾ ഇതുണ്ടാക്കി നോക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവ് തോന്നിയപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തൂമിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കറിവേപ്പിലും ഒരു 3-4 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ തേങ്ങയൊക്കെ ബ്രൗൺ കളറായി വരുന്ന വരെ നല്ലോണം തന്നെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഈ ഒരു ഇതിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇത് മത്തൻ്റെ കൂട്ടാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എരിശ്ശേരിയാണ്. അപ്പോൾ ഇനി ഓണൊക്കെ ആവാനായില്ലേ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.